everyone, good morning. Welcome to a new vlog. ഇന്നുണ്ടല്ലോ ഞാൻ രാവിലെ എണീച്ചപ്പോഴത്തേക്ക് വിചാരിച്ചു ഒന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അത് ആ മുഖത്ത് കണ്ടില്ലേ, ഞാൻ കണ്ണുപോലും എഴുതിയിട്ടില്ല, ഒരു ലിപ് ബാം മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാം. ഇന്നൊരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം അതുകൊണ്ട് അതെല്ലാം കൂടെ ചേർത്ത് ഒരു ഡേ ഇൻ മൈ ലൈഫ്. സാധാരണ എല്ലാ ദിവസവും ഇങ്ങനെ ആയിരിക്കണമെന്നില്ല, പക്ഷെ ഇന്നൊരു കുറച്ച് ബിസി ആയിട്ടുള്ള ഒരു ദിവസം അത് നിങ്ങളെ കാണിക്കാതെ വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. ഇവിടെ കൊച്ചിയിൽ തന്നെയുള്ള പുന്നക്കൽ അമ്പലത്തിലാണ് കേട്ടോ ഞങ്ങളിപ്പോൾ പോകുന്നത്. അപ്പം അമ്പലത്തിലല്ലേ പോകണം, അപ്പോൾ കുറച്ച് സ്പിരിച്വൽ ആയിട്ട് ഇരിക്കേണ്ട ഒരു ഇതല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാവേ. അമ്പലത്തിലെല്ലാം പോയി തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. ഇനിയിപ്പോൾ ഞങ്ങൾ ഒരു സിനിമയ്ക്ക് പോവാണ്. കുറച്ച് നാളായിട്ടോ സിനിമയ്ക്ക് പോയിട്ട്, അതായത് എനിക്ക് എക്സാംസ് ഒക്കെ ആയിരുന്നു, അപ്പം കുറച്ച് നാളായി. അപ്പോൾ ഒന്ന് സിനിമയ്ക്ക് പോകാമെന്ന് വെച്ചു. ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞു ഓടുന്ന ഓസ്ലർ കാണാനായിട്ടായിരുന്നു ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ ലുലുവിലെ PVRലാണ് പോകുന്നത്, കൊച്ചിയിലെ ലുലുവിലെ PVRലാണ് കേട്ടോ കാണാൻ പോകുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കണം, ലഞ്ച് കഴിച്ചിട്ടില്ല. ലഞ്ച് കഴിച്ചിട്ട് വേണം സിനിമയ്ക്ക് കയറാൻ. അപ്പോൾ നമുക്കിനി ലുലുവിൽ വെച്ച് കാണാം. സോ നമ്മളിപ്പോ ഫുഡ് കോർട്ടിൽ എത്തിയിരിക്കുകയാണ്, 3rd ഫ്ലോറിൽ. സൈഡിൽ നമുക്ക് ഫൺച്യൂരയൊക്കെ കാണാം. പിന്നെ അവിടെ കുറെ പിള്ളേർ വന്നിട്ടുണ്ട്, ടൂറിനാന്ന് തോന്നുന്നല്ലേ അമ്മ. പിന്നെ ഇനിയിപ്പോ നമ്മൾ എവിടെ നിന്ന് കഴിക്കണോന്നാണ് ആലോചിക്കുന്നത്, കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സിനിമ തുടങ്ങും. അപ്പൊ അതിനുമ്പോ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് വേണം പോവാൻ. ഇവിടെ സ്ട്രീറ്റ്സ് ഫുഡ് ബൈ പഞ്ചാബ് ഗ്രിൽ ഉണ്ട്, ഏഷ്യ 7 ഉണ്ട്, അൽബേക്ക് ഉണ്ട്, പിന്നെ വാവ് മമു ഉണ്ട്, തലപ്പാക്കട്ടി ബിരിയാണി ഉണ്ട്, പിന്നെ എന്താ പറയാ കൈലാഷ് പാർബാത്ത് ഉണ്ട്, ഫ്രൂട്ട് ബേ ഉണ്ട്, നിലയുണ്ട്, അങ്ങനെ കുറേ കടകളുണ്ട്. നമ്മൾക്ക് ഇനി ഇവിടുന്ന് എവിടെ നിന്ന് കഴിക്കണമെന്ന് നോക്കട്ടെ. ഇവിടെ നിലയുണ്ട്, പിന്നെ ഒരു ഹാട്ടി സ്മോക്കി ഉണ്ട്, പിന്നെ നാഗാസ് ഉണ്ട്, സൽക്കാര ഉണ്ട്, അന്നവിലാസ് ഉണ്ട്, പിന്നെ റൈസ് ആൻഡ് നൂഡിൽസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, പിന്നെന്താണ് നമുക്ക് അങ്ങ് ദൂരെ ഡോമിനോസ് കാണാം, ക്ലബ് സുലൈമാനി ഉണ്ട്. ഇന്ന് അത്ര വലിയ തിരക്കില്ല കേട്ടോ. ഞങ്ങളിപ്പോൾ ലഞ്ച് സൽക്കാരന്ന് കഴിക്കാന്ന് വിചാരിച്ചിരിക്കുന്നത്. സൽക്കാര എന്ന് പറയുന്നത് പാരഗന്റെ ഒരു ഔട്ട്ലെറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ ഗ്ലാസ്സിൽ കുറേ പേസ്ട്രീസും അതുപോലെ തന്നെ ബിരിയാണി, അതുപോലെ തന്നെ കുറേ ഫുഡിന്റെ സാമ്പിൾസും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ കാണാം, ഇത് കണ്ടിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. പിന്നെ അതല്ലാതെ മെനു കാർഡൊക്കെ ഉണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം. സൽക്കാര വൺസ് അപ്പോൺ എ ടൈം ഇൻ മലബാർ ബൈ പാരഗൺ ഗ്രൂപ്പ്. അത്യാവശ്യം നല്ല വെറൈറ്റി ഓഫ് ഫുഡ്സും ഉണ്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഫുഡാണ് കേട്ടോ അവിടുത്തെ. ഞങ്ങളിപ്പോൾ സൽക്കാരയുടെ സൈഡിൽ തന്നെയാണ് ഒരു സീറ്റൊക്കെ നോക്കി കറക്റ്റ് സ്ഥലത്തേക്ക് ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ പെട്ടെന്ന് കഴിച്ചിട്ട് വേണം ഫിലിമിന് കയറാൻ. ഞങ്ങൾ സൽക്കാരയിൽ നിന്ന് 2 ബിരിയാണി ആട്ടോ വാങ്ങിച്ച. അപ്പോൾ പെട്ടെന്ന് കഴിച്ചിട്ട് വേണം ഇനി പോവാൻ. 2 ബിരിയാണിയും വാങ്ങിച്ചു, പിന്നെ ഒരു മിന്റ് ലൈം വാങ്ങിച്ചു, അതുപോലെ തന്നെ ഒരു ചോക്ലേറ്റ് മൂസും കൂടെ വാങ്ങിച്ചു. അപ്പൊ നമുക്ക് ബിരിയാണി കഴിച്ചു നോക്കാം. അത്യാവശ്യം നല്ല ചൂടുള്ള ബിരിയാണി കേട്ടോ. അപ്പൊ ഒരു പീസ് നല്ല ചൂടുണ്ട്, അത്യാവശ്യം വലിയ ചൂടുണ്ട്. കുറച്ച് ചിക്കനും കുറച്ച് മസാലയും പിന്നെ നല്ല ചമ്മന്തിയൊക്കെ ഉണ്ട്. ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് പപ്പടമൊക്കെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. സോ ടേസ്റ്റി, വാലിട്ടിങ്ങനെ അലിഞ്ഞു പോകുന്ന ബിരിയാണി, അടിപൊളി. ഇപ്പൊ ഞങ്ങൾ ഇനി കഴിച്ചിട്ട് വരാവേ. സോ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു, അടിപൊളിയായിരുന്നു, നല്ല സോഫ്റ്റ് ആൻഡ് പിന്നെ വായിൽ വെച്ച് അലിഞ്ഞു പോകുന്ന ബിരിയാണിയായിരുന്നു. അപ്പൊ ഇനി ഞങ്ങൾ ഫിലിം കാണാൻ പോവാ, സമയമായി. അപ്പൊ ഞങ്ങൾ ഇനി ഫിലിം കണ്ടിട്ട് കാണാം കേട്ടോ. ഫിലിം തുടങ്ങേണ്ട സമയമാവുന്നു.
അപ്പോൾ ഞങ്ങളിങ്ങനെ പെട്ടെന്ന് PVRലോട്ട് പോവാം കേട്ടോ. PVRന്റെ ഇന്റീരിയർ കാണാൻ തന്നെ ഗ്രാൻഡ് അല്ലേ? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നല്ല ഗ്രാൻഡ് രീതിയിലാണ് PVRന്റെ ഇന്റീരിയർ ചെയ്തേക്കുന്നത്. ഇപ്പം നമ്മൾ ഫുഡെല്ലാം കഴിച്ചുകൊണ്ട് നമ്മൾ സ്നാക്സ് ഒന്നും വാങ്ങിക്കുന്നില്ല. നമ്മളിപ്പം ഓസിലർ കാണുന്നത് Audi 6-ലാണ് കേട്ടോ, സ്ക്രീൻ 6-ലാണ് കാണുന്നത്. ഇത് റിക്ലൈനറിന്റെ തൊട്ട് താഴത്തെ സീറ്റാണ് കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ നല്ല വ്യൂ കിട്ടും. അപ്പൊ സിനിമ എല്ലാം കഴിഞ്ഞു. ഞങ്ങള് ഇപ്പൊ സമയം 3:45. ഓസിലർ അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങള് സിനിമ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും 3:45 ആയതുകൊണ്ട് ചായ കുടിക്കേണ്ട സമയം. അപ്പൊ ഇവിടെ പാരഗണില് ചായ് കോർണറിലേക്കാണ് വന്നിരിക്കുന്നത്. അതായത് 3rd ഫ്ലോറിൽ നമ്മുടെ ഫൺ സിറ്റിയുടെ ഒക്കെ അടുത്തായിട്ട്, പാരഗണിന്റെ തൊട്ടടുത്തേക്കായിട്ട്. അപ്പൊ അവിടെയാണ് വന്നിരിക്കുന്നത് ചായ കുടിക്കാനായിട്ട്. ചായ കോർണറും പാരഗൺ ഗ്രൂപ്പിന്റെ ആണ് കേട്ടോ. ഇവിടെയാണ് അവർ ജ്യൂസും ഷേക്സും ഒക്കെ ചെയ്യുന്ന ഒരു സ്റ്റേഷൻ. പിന്നെ ഇവിടെ ഐസ്ക്രീമിന്റെ ഒരു സ്റ്റേഷൻ ഉണ്ട്. കോൺ ഐസ്ക്രീം ആണ് കേട്ടോ കിട്ടുന്നത്. പിന്നെ കുറേ വെറൈറ്റി ഓഫ് നമുക്ക് പേസ്ട്രീസ് കാണാം. അതുപോലെ തന്നെ ഡെസേർട്ട് ഐറ്റംസ് ആണ് കേട്ടോ കാണുന്നത്. ഡ്രീം കേക്ക് ഉൾപ്പെടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വെറൈറ്റിയിൽ കുറേ സ്നാക്സും ഉണ്ട് കേട്ടോ. പപ്സ്, പഴംപൊരി, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഞങ്ങളിപ്പോൾ വാങ്ങിച്ചേക്കുന്നത് ഇതൊക്കെയാണ് കേട്ടോ. അതായത് ഒരു വാട്ടർമെലൺ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്, ചായ, പിന്നെ 2 സമൂസ പറഞ്ഞത് ചിക്കൻ സമൂസയാണ്. പിന്നെ ഒരു പെരി പെരി ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഒരു പപ്സ് പോലത്തെ ഒരു സംഭവം, ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയാം കേട്ടോ. പിന്നെ 2 മസാല ബോണ്ട, ഒരു ചിക്കൻ കട്ട്ലറ്റ്, പിന്നെ ഒരു ചായയും കൂടെ. ഇതാണ് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇനി പെരി പെരി കഴിച്ചു നോക്കും. ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. ചൂടുണ്ട്, അവർ ചൂടാക്കിയായിരുന്നു കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആലപ്പുഴയില് ഒരു കടയിൽ ഇതുപോലെ കിട്ടുമായിരുന്നു. ഏകദേശം ആ സിമിലർ ടേസ്റ്റ് ആണ്. പെരി പെരി എന്ന് പറയുമ്പോൾ എരിവൊന്നും പ്രതീക്ഷിക്കണ്ട, ഒരു ചൈനീസ് ഫ്ലേവർ ആണ് എനിക്കും ഫീൽ ചെയ്തത്. അപ്പം ഇത് കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ചൈനീസ് ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് കൊള്ളാം, നല്ല ടേസ്റ്റാണ്. ഇനി ചിക്കൻ സമൂസ എന്ന് വെച്ചു, സാധാരണ കിട്ടുന്നതിനെക്കാട്ടിലും ചെറുതാണ്, നല്ല ക്രിസ്പിയാണ്. ഇത് നമ്മുടെ കേരള സ്റ്റൈൽ തന്നെ. മൈൽഡ് എരിവേ ഉള്ളൂ, കൂടുതൽ എരിവൊന്നുമില്ല. നല്ല ക്രിസ്പിയാണ് കേട്ടോ. അത് നല്ല ചൂടുണ്ട്. കട്ട്ലറ്റ് ഇത് നല്ല മുരുമുരാന്നായിരിക്കുന്ന കട്ട്ലറ്റ്. നല്ല കട്ട്ലറ്റ്, അതായത് ആ ക്രഞ്ചി ആയിട്ടുള്ള ഒരു പുറമേ ഒരു ഇതും അകത്ത് നല്ല സോഫ്റ്റും. ചിക്കൻ കട്ട്ലറ്റ് ആണ്, ചിക്കൻ പീസസും പിന്നെ അതുപോലെ തന്നെ പൊട്ടറ്റോയുടെ ആ ഇതും അടിപൊളിയായിട്ട് നല്ല രസം. ഇനി നമ്മുടെ മസാല ബോണ്ട, അപ്പൊ ഞാനൊന്ന് തുറന്നു കാണിച്ചു. നിറച്ചും ഫില്ലിംഗ് ഉണ്ട് കേട്ടോ. ഇതേ ഒരു ചെറിയൊരു ബൈറ്റ് കഴിച്ചോട്ടെ. നമ്മുടെ മസാല ദോശയുടെ മസാല ഏകദേശം അതുപോലെ നല്ല രസം, ടേസ്റ്റ് ഉണ്ട്. ഇനി എന്റെ വാട്ടർമെലൻ ജ്യൂസ്. ഞാൻ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ വാട്ടർമെലൻ ആണ് എപ്പോഴും കുടിക്കുന്നത്. എനിക്ക് അത് മാത്രമേ ഇഷ്ടമുള്ളൂ, വേറെ ഒന്നും കുടിക്കാറില്ല. അടിപൊളി, ഭയങ്കര റിഫ്രഷിങ് ആണ്, അടിപൊളി. അപ്പൊ ഞങ്ങൾ ഇത് കഴിച്ചിട്ട് വരാവേ. ആദ്യം എന്തായാലും ചായ കുടിച്ചോക്കാം. സൂപ്പർ ചായ, കറക്റ്റ് കടുപ്പം, കറക്റ്റ് മധുരം എല്ലാം കൊണ്ട് സൂപ്പറായിട്ടുണ്ട്, നല്ല. അടുത്തൊരു മസാല ബോണ്ട. സൂപ്പർ. അതെ,
നല്ല ചിക്കൻ സമൂസ. ഇതിനകത്ത് ചിക്കനൊക്കെ ഇട്ട് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. മറ്റേ തിന്നുന്നുണ്ടോ? സൂപ്പറായിട്ടു. നല്ല ചായ, നല്ല അടിപൊളി ചിക്കൻ. വൈകുന്നേരം ഒരു ചായ കുടിക്കാൻ എന്താ റിഫ്രഷിങ് അല്ലേ, അടിപൊളി. അപ്പൊ ഞങ്ങള് ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ഞങ്ങള് ലുലു ഹൈപ്പറിലോട്ട് പോവാണ്. അപ്പൊ ഞങ്ങള് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അതുപോലെ തന്നെ ഡിന്നർ വാങ്ങിക്കാനുണ്ട്. അപ്പൊ ഹൈപ്പറിൽ ഫുഡ് സെക്ഷൻ ഉണ്ടല്ലോ, അപ്പൊ അവിടെ നിന്ന് വല്ലതും വാങ്ങിക്കാന്ന് വിചാരിച്ചു. അഫോർഡബിൾ ആയിട്ട് ഫുഡ് വാങ്ങിക്കണമെങ്കിൽ ലുലു ഹൈപ്പറിലോട്ട് വന്നാൽ മതി. നല്ലോണം നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ അഫോർഡബിൾ ആയിട്ട് കിട്ടുകയും ചെയ്യും, നല്ല ക്വാളിറ്റിയിലും കിട്ടും. അപ്പൊ നമുക്ക് ലുലു ഹൈപ്പറിലോട്ട് പോവാം. ഇവിടെ നമുക്ക് അഫോർഡബിൾ ആയിട്ട് ഫുഡ് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് കണ്ടോ, ബ്രോസ്റ്റഡ് ഫിഷ് ഫിലെ സാൻഡ്വിച്ച് ആണ്. ഇതിന് 99 റുപ്പീസേ ഉള്ളൂ. പിന്നെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അതായത് ഇതിന്റെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഡേറ്റും അതുപോലെ തന്നെ ടൈമും. ഇതുണ്ട് ഇപ്പൊ ടൈം എന്ന് പറയുന്നത് 12:58 ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പം സമയം ഇപ്പം 4 മണിയായി. അപ്പൊ നമ്മൾ നോക്കി വേണം വാങ്ങിക്കാൻ. എപ്പോഴാണ് റീസെന്റ് ടൈം ഏതാണോ അത് നോക്കി വേണം നമ്മൾ വാങ്ങിക്കാൻ. ഓക്കെ, ഇപ്പൊ വേറെ ഒരെണ്ണം നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് ചിക്കൻ ബർഗർ കാണാം. ഇതിന്റെ ടൈമിംഗ് വരുന്നത് 10:57 രാവിലെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ നോക്കി നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നോക്കി വാങ്ങിക്കണം. ഇതുപോലെ നമുക്ക് കുറേ വെറൈറ്റീസ് ഓഫ് സാൻഡ്വിച്ചസ്, ബർഗേഴ്സ്. ഇത് വെജ് ബർഗർ ആണ്, നല്ല രസമുണ്ട് കാണാനൊക്കെ. ഇതെല്ലാം കോൾഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ കോൾഡ് സാൻഡ്വിച്ചസും ബർഗേഴ്സും ആയിരിക്കും. ഇത് ചിക്കൻ സ്പ്രെഡ് സാൻഡ്വിച്ച്. ഇത് നമ്മൾ ഇൻഗ്രീഡിയൻസ് എഴുതിയിട്ടുണ്ട്. നമുക്ക് എന്താ പറയാ, നമ്മൾക്ക് വല്ല അലർജീസ് വല്ല ഉണ്ടെങ്കിൽ അലർജൻ നോക്കിയിട്ട് വേണം വാങ്ങിക്കാനും. ഇപ്പൊ ഇൻഗ്രീഡിയൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇത് കണ്ടോ, എഗ് സാൻഡ്വിച്ച് ഉണ്ട്. ബോയിൽഡ് എഗ് വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് ആണ്. അതിന് 60 റുപ്പീസേ ഉള്ളൂ. ഇത്രയും വലിയ സാൻഡ്വിച്ച് 60 റുപ്പീസിന് കിട്ടും. ഇതെല്ലാം ചിക്കൻ സ്പ്രെഡ് സാൻഡ്വിച്ച് ആണ്. ഇത് ചിക്കൻ ആൻഡ് ചീസ് മോമോസ് ആണ്. ഇത് കണ്ടോ, മോമോസ് ആണ്. 4 മോമോസിനും ചട്നിക്കും കൂടെ 56 റുപ്പീസ്. അത് ലാഭമാണ്. നമ്മൾ സാധാരണ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടും ലാഭമാണ്. അതുപോലെ തന്നെ ഡീലക്സ് വെജ് സാൻഡ്വിച്ച്, വെജ് ബർഗർ കാണാം. അതുപോലെ തന്നെ ചിക്കൻ ഷവർമ ഫില്ലെ സാൻഡ്വിച്ച്. ഓ, ഇത് കൊള്ളാം. ഇതിന് 65 റുപ്പീസേ ഉള്ളൂ. ഷവർമ ഫില്ലെ ആണ്. ഇത് കൊള്ളാം അല്ലേ. പിന്നെ ചിക്കൻ സാസേജ് ബൺ കാണാം. അതിന് 70 റുപ്പീസ് ആണ് പ്രൈസ് വരുന്നത്. ഡ്രാഗൺ ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ട്. അതിന് പ്രൈസ് വരുന്നത് 95 റുപ്പീസ് ആണ്. സ്പൈസി ചിക്കൻ സാൻഡ്വിച്ച്, എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വാങ്ങിക്കാം. സ്പൈസി ചിക്കൻ സാൻഡ്വിച്ച് വിച്ച് ഇസ് 65 റുപ്പീസ്. അതുപോലെ തന്നെ ബീഫ് പെപ്പറോണി സാൻഡ്വിച്ച്, ബീഫ് സാൻഡ്വിച്ചസ് വേണമെങ്കിൽ ബീഫ് പെപ്പറോണി സാൻഡ്വിച്ച് ഉണ്ട്. ഇതിന്റെ പ്രൈസ് വരുന്നത് 65 റുപ്പീസ്. പിന്നെ അതുപോലെ ഇഷ്ടം പോലെ സാൻഡ്വിച്ച് ഉണ്ട്. ഈവൻ വെജ് ഓപ്ഷൻ ആണെങ്കിൽ പനീർ ടിക്ക സാൻഡ്വിച്ച് ഉണ്ട്. 85 റുപ്പീസിന് പനീർ ടിക്ക സാൻഡ്വിച്ച് ഉണ്ട്. അതുപോലെ തന്നെ ആലു ടിക്കി സാൻഡ്വിച്ച് ഉണ്ട്. അങ്ങനെ കുറേ സാൻഡ്വിച്ചസും ബർഗേഴ്സും ഉണ്ട്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് നമുക്ക് വാങ്ങിക്കാം. ഇവിടെ കണ്ടോ, കോംബോ സെറ്റ് പോലെ ഉണ്ട്. അതായത് ഒരു ബർഗർ ഉണ്ട്, ഒരു ബർഗർ മീൽ കോംബോ ആണ്. ഒരു ബർഗർ, പിന്നെ ഒരു ഫ്രൂട്ട് ജ്യൂസ്, കെച്ചപ്പ്, പിന്നെ ഒരു മയോണീസ് ആണെന്ന് തോന്നുന്നു. ഇതെല്ലാം കൂടെ 115 റുപ്പീസിന് കിട്ടും. പിന്നെ ക്രൊസാൻ ഫില്ലിങ്സ് ഉണ്ട് കേട്ടോ. ചിക്കനിൽ ക്രൊസാൻ ഫില്ലിങ്സ് വരുന്നുണ്ട്. ഹവായിൻ ചിക്കൻ ക്രൊസാൻ ആണിത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 95 റുപ്പീസ് ആണ്. ബാർബിക്യൂ ചിക്കൻ ഫില്ലെ സാൻഡ്വിച്ചസ് ഉണ്ട്. പിന്നെ ചിക്കൻ ഫില്ലെ സാൻഡ്വിച്ച് ഉണ്ട്. സിംഗർ ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ട്. ചിക്കൻ ഫിംഗർ സാൻഡ്വിച്ച് ഉണ്ട്. ചിക്കൻ സോസേജ് ബൺ ഉണ്ട്. ചിക്കൻ ടിക്ക സാൻഡ്വിച്ച് ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ കാണിച്ചാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ സാൻഡ്വിച്ചസ് ആൻഡ് ബർഗേഴ്സ് വിച്ച് ഇസ് വെരി അഫോർഡബിൾ ആൻഡ് ഫ്രഷ് ഓൾസോ. ഈ സെക്ഷനിൽ വരുന്നത് വെജ് ആൻഡ് നോൺ വെജ് സാലഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ കോൾസ്ലോ ഉണ്ട്. അതുപോലെ തന്നെ ഹമസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ടോട്ടില ചിപ്സ് ഉണ്ട്. നമ്മുടെ നാച്ചോസ് ആൻഡ് ഡിപ്പ് ഉണ്ട്. ഇതൊക്കെയാണ് ഈ സെക്ഷനിലുള്ളത്. ഈ സെക്ഷനിൽ വരുന്നത് നമ്മുടെ ഇന്ത്യൻ സ്വീറ്റ്സ് ആണ്. ജിലേബി, ലഡു. അത് ലഡു കുറെ വെറൈറ്റി ടൈപ്സ് ലഡു ഉണ്ട്. മൈസൂർ പാക്ക് ഉണ്ട്.
പിന്നെ ഇപ്പുറത്ത് വരുമ്പോൾ കാജു കത്ലി ഉണ്ട്, എല്ലാം ഉണ്ട്. ഗുലാബ് ജാമുൻ ഉണ്ട്, കൽക്കണ്ട് ഉണ്ട്, രസഗുള ഉണ്ട്. അങ്ങനെ അടിപൊളിയായിട്ടുള്ള കുറേ സ്വീറ്റ്സ് ഉണ്ട്. ലുലുവിന്റെ ഫുഡ് കോർട്ടിന്റെ ആ സെക്ഷനിലുള്ളതാണ് കേട്ടോ. ഒരു ബേക്കറി സെക്ഷൻ ആണ് കേട്ടോ ഇവിടെ. കുറേ ടൈപ്പ് ഓഫ് പപ്സിന്റെ വെറൈറ്റി ഓഫ് പപ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. എനിക്ക് തോന്നുന്നു 2-3 കൗണ്ടർ ഇങ്ങനെ ബേക്കറി ഐറ്റംസ് ആയിട്ടാണ് കേട്ടോ. അത്യാവശ്യം എല്ലാം നല്ല അഫോർഡബിൾ റേറ്റും ആണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു പിസ്സ സ്ലൈഡർ ആണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. ബേക്കറി ഐറ്റംസ് മാത്രമല്ല, അതുപോലെ തന്നെ നമുക്ക് നല്ല ഫുഡ് ഐറ്റംസ് ഇവിടെയും കിട്ടും. അതായത് നല്ല ഷവായൊക്കെ കിട്ടും കേട്ടോ, ഗ്രിൽ ചിക്കനൊക്കെ കിട്ടും. അത് ഫ്രഷ് ആയിട്ടാണ് കേട്ടോ എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്രോസ്റ്റഡ് ഒക്കെ ഉണ്ട്, പല ടൈപ്പ് ബ്രോസ്റ്റഡ് ഉണ്ട്. ലെഗ് വേണമെങ്കിൽ ലെഗ് വാങ്ങിക്കാം, ബ്രസ്റ്റ് പീസ് മാത്രം വേണമെങ്കിൽ അതും വാങ്ങിക്കാം, വിങ്സ് വേണമെങ്കിൽ വാങ്ങിക്കാം, അങ്ങനെ പലതും. പിന്നെ കുറേ ടൈപ്പ് ഓഫ് ടിക്കാസും ഉണ്ട് കേട്ടോ. ഇതൊക്കെ തവ ഗ്രിൽ പ്രോൺസ് ഒക്കെ നമ്മളൊരു അല്ലാതെ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുമ്പോഴത്തേക്കും ഈ പ്രോൺസിനൊക്കെ നല്ല റേറ്റാണ് സാധാരണ കാണാറ്. ഈ ഫിഷിനാണെങ്കിലും നല്ല റേറ്റാണ് കാണാറ്. പക്ഷെ ഇവിടെ അത്രയും റേറ്റ് ഇല്ല. സാധാരണ ഒരു ഹോട്ടലിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടിലും അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ ഇവിടെ എല്ലാം കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ ലുലു ഹൈപ്പറിൽ നിന്ന് ഇറങ്ങി ഫുഡെല്ലാം വാങ്ങിച്ചു. എല്ലാം നല്ല അഫോർഡബിൾ പ്രൈസിനാട്ടോ കിട്ടുന്നത്. അപ്പോൾ നല്ല വെറൈറ്റി ഫുഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി വാങ്ങിക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ ലോയൽറ്റി പോയിന്റ്സ് എന്ന് പറഞ്ഞു ലുലു ഹാപ്പിനെസ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ലുലുവിൻ്റെ സ്റ്റോറിൽ നിന്നും ഇപ്പം ലുലു തന്നെ ആവണമെന്നില്ല, ലുലു മോളിൻ്റെ അകത്തുള്ള ഏത് സ്റ്റോറിൽ നിന്നും വാങ്ങിച്ചാലും അതിൻ്റെ ബില്ല് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ്സ് കിട്ടും. ഈ പോയിന്റ്സ് നമുക്ക് റെഡീം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ലുലു ഔട്ട്ലെറ്റ്സിൽ നിന്ന് ലുലുവിൻ്റെതായ ഹൈപ്പർ, ലുലു കണക്ട് അവിടെ നിന്നൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് സ്മൈൽസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ലുലു ഹൈപ്പറിലോ അല്ലെങ്കിൽ കണക്റ്റിലൊക്കെ ചെല്ലുമ്പോൾ അത് റെഡീം ചെയ്യാം. ഇപ്പോൾ വേറെ ലുലു മോളിൻ്റെ അകത്ത് വേറെ കടകളിൽ നിന്നാണ് നമ്മളിപ്പോൾ വാങ്ങിക്കുന്നെങ്കിൽ അവിടുന്ന് നമുക്ക് ഇപ്പോൾ ഫുഡ് കഴിക്കുന്നവരെ നമുക്ക് റെഡീം ചെയ്യാം. അവിടുന്ന് നമുക്ക് ചിയേഴ്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ റെഡീം ചെയ്യും. ഇവിടെ ഇൻഫർമേഷൻ ഡെസ്കിൽ വന്നിട്ട് നമ്മളത് റെഡീം ചെയ്യണമെന്ന്, കാർ പാർക്കിംഗ് റെഡീം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് റെഡീം ചെയ്ത് തരും. അപ്പോൾ ഒരു പ്രാവശ്യം റെഡീം ചെയ്യുന്നതെങ്കിൽ അവർ 1000 പോയിന്റ്സ് ആയിരിക്കും കട്ട് ചെയ്യുന്നത് അതിനകത്തും. അപ്പോൾ ഇന്ന് വെനസ്ഡേ ആയതുകൊണ്ട് എന്തോ ഞങ്ങളുടെ ഭാഗ്യത്തിന് കറക്റ്റായിട്ട് ഈ വെനസ്ഡേ തന്നെ ഞങ്ങൾ വന്നത്. വെനസ്ഡേ ആയതുകൊണ്ട് ഞങ്ങൾ വിമൻ ആയതുകൊണ്ട് നമുക്ക് ഇത് 100 പോയിന്റ്സിന് ഒരു റെഡീം ചെയ്ത് തരും. അതായത് 100 റുപ്പീസിനാണ് സാധാരണ റെഡീം ചെയ്യുന്നത്. 100 റുപ്പീസ് എന്ന് പറയുമ്പോൾ 1000 പോയിന്റ്സ് ആയിരിക്കും കുറയ്ക്കുന്നത്. ഇതിന് പകരം വെനസ്ഡേ വിമൻ ആണ് വന്ന് പറയുന്നത്, വിമൻ ആണ് കസ്റ്റമറായിട്ട് വരുന്നെങ്കിൽ അതിന് കുറയ്ക്കുന്നത് 10 പോയിന്റ്സ് ആയിരിക്കും 10 റുപ്പീസ് ആയിരിക്കും കുറയ്ക്കുന്നത്. അതായത് 100 പോയിന്റ്സേ കുറയ്ക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ 100 പോയിന്റ്സ് എല്ലാം കുറച്ചു നമ്മൾ റെഡീം ചെയ്ത് ഇതുപോലെ ഒരു നമുക്ക് പാർക്കിംഗ് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ വെനസ്ഡേസ് വരുവാണെങ്കിൽ വിമൻ ആണ് വരുന്നെങ്കിൽ ഇത് നിങ്ങൾ ലുലു ഹാപ്പിനെസ് ഡൗൺലോഡ് ചെയ്ത് റെഡീം ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും ചെയ്യാൻ മറക്കരുത്. ഇത് എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ടിപ്പാണ്. ഇത് എല്ലാവരും ചെയ്യണം. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലൊക്കെ ഇപ്പോൾ ഈ ലുലുവിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും കൊച്ചി തന്നെ ആവണമെന്നില്ല, ലുലുവിലെ ഏത് ഔട്ട്ലെറ്റ് ആണെങ്കിലും ഇത് നടക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അതായത് വെനസ്ഡേ എല്ലാവർക്കും റെഡീം ചെയ്യാൻ പറ്റും. പക്ഷെ വെനസ്ഡേ ലുലുവിൽ ഒരു വിമൻ ഡേ ആയതുകൊണ്ടാണ് 1000 പോയിന്റ്സ് കട്ട് ചെയ്യുന്നതിന് പകരം 100 പോയിന്റ്സേ അവർ കട്ട് ചെയ്തുള്ളൂ. അപ്പോൾ ബാക്കി വിമൻ അല്ല ചെല്ലുന്നത്, വേറൊരാളാ ചെല്ലുന്നെങ്കിൽ 1000 പോയിന്റ്സ് ആയിരിക്കും കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഡേയ്സിലും 1000 പോയിന്റ്സ് ആയിരിക്കും. വെനസ്ഡേ വിമൻ ഡേ ഇവർ പറയുന്നത് വിമൻ ഡേ ആയതുകൊണ്ട് മാത്രമേ ഇത്രയേ ഉള്ളൂ ഓഫർ കിട്ടത്തുള്ളൂ. സോ ഞങ്ങളിപ്പോൾ ലുലുവിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ സെയിൻറ്റ് ആന്റണീസ് ചർച്ച് ഉണ്ട് കല്ലൂരിൽ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ ട്യൂസ്ഡേസ് ആണ് ഭയങ്കര വിശേഷമായ ദിവസം. അപ്പോൾ ട്യൂസ്ഡേ ഒന്നും അടുക്കാൻ പറ്റത്തില്ല, ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇത് വെനസ്ഡേ ആണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളിനി പള്ളിയിൽ ചെന്നിട്ട് കാണാം. സെയിൻറ്റ് ആന്റണീസ് ചർച്ചിൽ വന്നിരിക്കുമ്പോൾ എന്തൊരു മനസ്സുഖമാണ് കിട്ടുന്നതെന്നറിയാമോ. ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടൊരു സ്ഥലമാണ് കേട്ടോ. ഭയങ്കര നമുക്ക് അവിടെ ചെന്ന് ഇങ്ങനെ ചുമ്മാ ഇരിക്കാൻ തന്നെ തോന്നും. അതുപോലെ തന്നെ ഭയങ്കര നമുക്ക് മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറി കിട്ടും ഇവിടെ വന്നിരിക്കുമ്പോൾ. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇതിവിടെ രാവിലെ പോയ അമ്പലത്തിൻ്റെ ഉത്സവമാണ് കേട്ടോ.
അപ്പോൾ ഇവിടെ ഉത്സവം നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം ഒന്നും കൂടി ഇവിടെ വന്നു. ചെണ്ടമേളവും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കാണാൻ. ചെണ്ടമേളം കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്, ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണ് ചെണ്ടമേളം? കമൻറ്റ് ചെയ്യണേ. നമ്മൾ പള്ളിയിലെല്ലാം പോയി തിരിച്ച് വീട്ടിലെത്തി. ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. എല്ലാ ദിവസവും ഇങ്ങനെ ആയിരിക്കത്തില്ല കേട്ടോ, ചുമ്മാ ഇരിക്കുന്ന കുറേ ദിവസങ്ങളുണ്ട്. ഇതിപ്പോൾ ഒരു ഫുൾ ഡേ ഇത്രയും ബിസി ആയിട്ടിരിക്കുന്നത് അപൂർവമായിട്ട് വരത്തുള്ളൂ. പിന്നെ അല്ലെങ്കിൽ പിന്നെ കോളേജ്, എക്സാംസ്, അസൈൻമെൻറ്റ്, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് ഫുൾ ലെഷർ ഡേ ആയിരുന്നു, അടിപൊളിയായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് അറിയിക്കുക, അത് കമൻറ്റ് വഴി അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അത് ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമായിരിക്കും. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ, ടേക്ക് കെയർ.